ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു ഫ്ലോപ്പായി പോയ പുഡിങ്ങിൻ്റെ വീഡിയോ കണ്ടാലോ. പുഡിങ്ങിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് കേട്ടോ ഇതുപോലെ ഫ്ലോപ്പായി പോയത്. ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ 1/4 കപ്പ് പഞ്ചസാരയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിള വരുമ്പോൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാരമലായി കിട്ടും. ഇതിപ്പോൾ കാരമലായി കിട്ടിയിട്ടുണ്ട്. ഇത് ചെറുതായി ഒരു ഡാർക്ക് കളറിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ഹീറ്റ് റെസിസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് ട്രേയിലോ ഒക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ 2 മുട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് 2 ചേരുവകൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ബൗളിലോട്ട് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് 1/4 കപ്പ് മിൽക്ക് മേഡും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുഡിങ്ങിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് ഫ്ലോപ്പായി പോയത്. ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ട ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും. ഞാനിവിടെ സ്പൂണിലാണ് മിക്സ് ചെയ്യുന്നത്. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തൊന്നും കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി ഇതിനെ നമ്മുടെ കാരമൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു മൂടി വെച്ച് മൂടി കൊടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ അപ്പച്ചട്ടിയിലാണ് സ്റ്റീം ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അതിൽ സ്റ്റീം ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അപ്പച്ചട്ടി. 20 മിനിറ്റ് വെച്ചാൽ നന്നായി വെന്ത് കിട്ടും. നമ്മുടെ പുഡിംഗ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി തണുപ്പിച്ചെടുക്കണം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് കത്തി കൊണ്ട് ചെറുതായി വിടുവിച്ച് കൊടുക്കാം. പതിയെ വേണം ചെയ്യാൻ. തൊട്ടാ പൊട്ടു എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പുഡിംഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ മറിച്ച് കൊടുക്കാം. ഇവിടെയാണ് അത് സംഭവിച്ചത്. അതായത് അതിൻ്റെ സ്ട്രക്ചർ ഇതുപോലെ ആയിപ്പോയില്ലേ. അതെന്തുകൊണ്ടങ്ങനെ ആയിന്ന് അറിഞ്ഞൂടാ. നന്നായി ഇളകിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കാരമൽ സിറപ്പ് കൂടിപ്പോയതാണോ ഒന്നും അറിഞ്ഞൂടാ. ഇതുപോലെ ആയിപ്പോയി. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ലേ, എക്സാക്ട്ലി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ ചിത്രമാണിത്. നോക്കിയേ, എന്ത് രസമല്ലേ കാണാൻ. എൻ്റേത് മാത്രം ഇതുപോലെ ആയിപ്പോയി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. എൻ്റെ മോൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു.